ഫെബ്രുവരി 27 ചൊവ്വാഴ്ച. മത്തായി 23 1 മുതൽ 12 വരെ വാക്യങ്ങൾ. 1347 ഇംഗ്ലീഷ് സൈന്യം ഫ്രഞ്ച് തീരദേശ നഗരമായ കാലായിസ് ഉപരോധിച്ചു. നഗരത്തിലെ ഉയർന്ന മതിൽ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായുള്ള അവിടുത്തെ പ്രജകളുടെ എല്ലാ സമ്പർക്കവും വിച്ഛേദിച്ചു. താമസിയാതെ പട്ടിണി അനുഭവപ്പെട്ടു തുടങ്ങി. ഒരു ദിവസം ഇംഗ്ലീഷ് പാളയത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് പ്രഖ്യാപിച്ചു, എൻ്റെ രാജാവ് അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഈ നഗരം ആക്രമിച്ച് നിലംപരിശാക്കും. എല്ലാവരും മരിക്കേണ്ടി വരും. പൗരന്മാർ ചോദിച്ചു, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? അതെ, ദൂതൻ മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഉയർന്ന റാങ്കിലുള്ള 6 പേര് ഈ നഗരത്തെ രക്ഷിക്കാനായി മരിക്കാൻ തയ്യാറാകണം. നാളെ അതിരാവിലെ അവർ ഇംഗ്ലീഷ് ക്യാമ്പിൽ ഹാജരാകണം. ഭയാനകമായ ഈ വാർത്ത കാട്ടുതീ പോലെ നഗരത്തിൽ പരന്നു. എന്തു സംഭവിക്കും? എന്നാൽ ആ 6 പ്രമുഖർ സംസാരിച്ചു, ഞങ്ങളുടെ ജോലിയും സമ്പത്തുമെല്ലാം ഈ നഗരത്തിലെ ജനങ്ങളെ വിശ്വസ്തയോടെ സേവിക്കാനായി ഞങ്ങൾ എപ്പോഴും ഉപയോഗിച്ചു. ഇപ്പോൾ ഈ പൗരന്മാർക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പൗരന്മാരെല്ലാവരും ഉറക്കെ കരഞ്ഞു. മുട്ടുകുത്തി നിന്ന് ആ ഉദാരമതികളായ നേതാക്കൾക്കായി പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ ആ 6 പേരും ഇംഗ്ലീഷ് ക്യാമ്പിൽ ഹാജരായി. ഒരു ആരാച്ചാർ അവരുടെ തലവെട്ടാൻ തയ്യാറായി നിന്നു. എന്നാൽ ഇത് കണ്ട് രാജ്ഞി സ്വയം രാജാവിൻ്റെ കാൽക്കൽ വീണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ ഈ 6 പേരുടെ ജീവൻ രക്ഷിക്കാൻ രാജാവിനോട് അപേക്ഷിച്ചു. ഇത് കണ്ട ഇംഗ്ലണ്ടിലെ രാജാവ് മനസ്സ് മാറ്റി. അവൻ നഗരത്തെയും അതിലെ എല്ലാ നിവാസികളുടെയും ജീവൻ നശിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു. കാരണം അവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായ പൗരന്മാർ തങ്ങളുടെ സഹജീവികൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. അങ്ങനെ തങ്ങൾ യഥാർത്ഥ പൊതുപ്രവർത്തകരാണെന്ന് അവർ തെളിയിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് അവരുടെ ധർമ്മം ജനങ്ങളെ സേവിക്കലാണ്, സേവിക്കപ്പെടാനല്ല എന്ന് ഉപദേശിക്കുന്നു. ഫരിസേയർ പഠിപ്പിച്ചതുപോലെ അവർ യഹൂദ നിയമങ്ങളും ആചാരങ്ങളും പിന്തുടരണം. പക്ഷേ അവർ ഫരിസേയരുടെ മാതൃക പിന്തുടരരുത്. ഏറ്റവും നല്ല അർത്ഥത്തിൽ തൻ്റെ ശിഷ്യന്മാർ താഴ്മയുള്ളവരായിരിക്കണമെന്ന് യേശു അവരോട് പറയുന്നു. മറ്റുള്ളവർക്ക് നൽകാവുന്ന മഹത്തായ ഒരു സമ്മാനമാണ് സേവനം. മിക്കപ്പോഴും നമ്മുടെ സേവനത്തിൽ ദൈനംദിന ജോലികളോ പ്രവർത്തനങ്ങളോ അടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പ്രക്രിയയിൽ ഒരുപക്ഷെ യഥാർത്ഥ സമ്മാനം മറ്റൊരാളുടെ ആവശ്യം ശ്രദ്ധിക്കുകയും സ്നേഹപൂർവകമായ വിധത്തിൽ അയാൾക്ക് സേവനം എത്തിക്കുകയും ചെയ്യുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കണ്ണുകളും ഹൃദയങ്ങളുമെല്ലാം തുറന്നിരിക്കട്ടെ.
നമുക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് അവരുടെ ആവശ്യങ്ങളിലേക്ക് എത്തുകയും അവരെ പരിചരിക്കുകയും ചെയ്യാം. അതുപോലെ ഒരുപക്ഷെ ഇന്ന് ആരെങ്കിലും നമ്മളെ സമീപിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.